ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കൻ കറിയാണ്. ഫസ്റ്റ് നമ്മൾ ചിക്കൻ എടുത്ത് കഴുകുകയാണ്. കഴുകി വൃത്തിയാക്കി എടുക്കുക. കാരണം ഇപ്പോൾ നമ്മൾ പുതിയ കോഴി കട്ട് ചെയ്ത് കടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കഴുകി എടുക്കണം, അല്ലെങ്കിൽ ബ്ലഡെല്ലാം അതിലിരിക്കും. ഇനിയെന്ന് വെച്ചാൽ ഇതെല്ലാം ചെറിയ പീസാക്കേണ്ട ഒരു ജോലിയുണ്ട് എനിക്ക്. ഇത് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. ഇനി ഇതെല്ലാം നമ്മൾ ചെറിയ പീസാക്കണം. എനിക്ക് നോർമലി അത്ര വലിയ പീസുകൾ ഇഷ്ടമല്ല, ചെറിയ പീസാക്കുന്നത് എനിക്ക് ഇഷ്ടം. ഈ കടകളിലാണെങ്കിലും എനിക്കിങ്ങനെ ചിക്കൻ കറി പൊതുവെ ഇഷ്ടമല്ല, കാരണം അവർ വലിയ പീസാക്കി വയ്ക്കുന്നത്. ഇതെല്ലാം ചെറിയ പീസാക്കുന്നതാണ് എൻ്റെ ഡ്യൂട്ടി. ഇതെല്ലാം നമ്മൾ ആദ്യം ചെറിയ പീസാക്കിയിട്ട് വരാം. ഇത് നമ്മുടെ പിറന്നാളാണ്, അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തതും. അപ്പോൾ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കും, ഫ്രൈഡ് റൈസ് അവൾ ഉണ്ടാക്കും. അപ്പം ബാക്കി പരിപാടികൾ നോക്കാം. അപ്പം സവാള അരിയേണ്ട കുറച്ച് ടാസ്ക് ഉണ്ട്. സവാള അരിഞ്ഞ് ഈ കോലമായിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പം ബാക്കി അങ്ങനെ ആയിരിക്കും. ബൈ. ഇത്രയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള. ഞാൻ ഒരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിപ്പം ആദ്യം തന്നെ ഇതങ്ങ് വഴറ്റിയെടുക്കും. അതിനുശേഷം ഞാൻ ഇത് വഴറ്റുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഉള്ളിയും ബാക്കി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ റെഡിയാക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതങ്ങ് വഴറ്റാനെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടുപ്പ് കത്തിക്കാം. ഇത് വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് മസാല, വേണ്ട ഇതൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ജീരകം, പിന്നെ ഏലക്ക, അങ്ങനെ കുറേ സാധനങ്ങൾ പൊടിക്കാത്തില്ലേ, അതിട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് വയ്ക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതെല്ലാം ഞാൻ നല്ല സ്ലൈസ് ആക്കി അരിഞ്ഞേക്കണം. ഞാൻ ചെയ്യുന്നൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എനിക്ക് പറയാം. ഇതിങ്ങനെ അങ്ങ് അടച്ചു വയ്ക്കാം. ഇത് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇതങ്ങ് നല്ലോണം വാടും. ഇങ്ങനെ അടച്ചു വയ്ക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വരാം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ഈ കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ട് കൊടുക്കാം. കൊച്ചുള്ളി അരിയില്ല, ഇങ്ങനെ മുഴുവനെ തന്നെ ഇട്ട് കൊടുക്കുള്ളൂ. കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അരിഞ്ഞ് കഴുകിയ വഴിക്ക് താഴെ പോയി. കിട്ടി കഴുകിയിട്ട് വരാം. ഇതുപോലെ കുറേ പേര് എവിടേക്കോ വീണ് പോയിട്ടുണ്ട്. ഇപ്പം തന്നെ മറ്റേ സവോള കുറച്ച് വാടിയിട്ടുണ്ട്. ഞാൻ നോർമലി ഇങ്ങനെ ചെയ്യാറുള്ളത്, കാരണം എപ്പോഴും ഒരാൾ അടുപ്പിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇളക്കേണ്ടി വരത്തില്ല. ഇത് അടച്ചു വെച്ചാൽ തന്നെ ഇത് വെന്തോളും. പിന്നെ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് നല്ലതായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുത്താൽ മതി. ഇനി ആ ഉള്ളിയും കൂടെ ഉള്ളിൽ കിടന്ന് വാടട്ടെ. നമുക്കിതിങ്ങനെ ഒതുക്കി കൊടുത്തതിന് ശേഷം പഴയ കണക്കിന് അടച്ചു വയ്ക്കാം. മറന്നുകൂടാത്ത കാര്യം ഇത് എപ്പോഴും കുറഞ്ഞ തീയിലിടാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇഞ്ചി വെളുത്തുള്ളി. ഓക്കെ, നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇടിച്ചെടുക്കണം. ഓൾറെഡി ഇതിൽ കുരുമുളക് ഇടിച്ചതാണ്. ഓക്കെ, വെളുത്തുള്ളി ചാടി. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
നല്ല വാടിയിട്ടുണ്ട് ഇത്. ഇപ്പം തന്നെ നമുക്ക് കൊച്ചുള്ളി ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ കണ്ടോ അത് ഇളകി ഇളകി വരും. അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിടാത്തത്. ഇനി നമുക്ക് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് അല്ല, ജസ്റ്റ് ഞാൻ ചതച്ചങ്ങ് ഇടും. ചിലർ മിക്സിയിലിട്ടടിക്കും, പക്ഷേ ഞാനെല്ലാം നല്ല നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്കിങ്ങനെ ഒന്ന് ഇളക്കാം. നമ്മൾ ആദ്യമേ ഈ സവാള ഇട്ട് കൊടുക്കുകയാണെന്നുള്ള ഗുണം ഇതാണ്. ഇത് നന്നായിട്ട് ആ ഗ്യാപ്പിൽ നമുക്ക് വേറെ ജോലിയും ചെയ്യാം. എന്നാൽ സവാളയുടെ ചുറ്റും ഇരുന്ന് ചുമ്മാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ്ട. പക്ഷെ താഴെയൊക്കെ പോകും ചെറുതായിട്ട്. ഇനി നമുക്ക് പിന്നെ ഇങ്ങനെ കൂന കൂട്ടി വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇച്ചിരി കൂടെ തീ വെച്ചോ, കുറച്ച് കൂട്ടി വയ്ക്കാം. ഇനി നമ്മൾ ഫ്രൈക്ക് വേണ്ടിയുള്ള കുറച്ച് മസാല പ്രിപ്പയർ ചെയ്യുകയാണ്. ഓൾറെഡി ഞാൻ വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കും. നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ഫുള്ള് നമ്മൾ മസാല തേച്ച് അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഫ്രിഡ്ജിലോട്ട്. ഫ്രീസറിലോട്ട് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അത്യാവശ്യം നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇനി നമുക്ക് മസാല ആഡ് ചെയ്യേണ്ട ടൈമായി. ഓക്കെ, എൻ്റെ ഒരു പരുവത്തിനാണ് ഇട്ട് കൊടുക്കുന്നത്. നോർമൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് പോരാതെ വന്നാൽ ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. ഇവിടെ അത്യാവശ്യം എരി വേണം. പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട്. ദെൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു കണക്കിനങ്ങ് ഇടുക. ഓൾറെഡി ഞാൻ ആദ്യം കുറച്ച് പൊടിക്കാത്ത മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനൊരു 1.5 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ മേളിൽ ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് ഉപ്പ് ചേർക്കാറുള്ളൂ. പണ്ട് ഇതുപോലെ കുഞ്ഞിലെ കുക്കറി ഷോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജസ്റ്റ് ഒരു ചായ തിളപ്പിക്കുമ്പോൾ ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെ ഉണ്ട് കേൾക്കുമ്പോൾ. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുകളിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കും. ഇപ്പം ഒന്നും കണക്ക് പറയാൻ എനിക്കറിയില്ല. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ആക്കി നമുക്കിത് അടച്ചു വയ്ക്കും. ഇതിനകത്ത് ഞാൻ ഇപ്പോഴേ വെള്ളം ഒഴിക്കില്ല. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അതിനൊക്കെ ശേഷം ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. ഓക്കെ, എപ്പിൽ വെച്ചാൽ
നല്ല മഴക്കോളുള്ളൊരു ദിവസമുണ്ട്. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്താലും ഇതാകുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം. കോമഡി എന്ന് പറയുന്നത് അമ്മ കഴിക്കുന്നത് പഴങ്കഞ്ഞിയാണ്. സലാഡ് നല്ലതായിരിക്കും. ചിക്കനും സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയതോളൂ അമ്മ എടുക്കാത്ത. പറയാനില്ല, ഇറച്ചിക്കറി സൂപ്പർ അടിപൊളി. ഇതിന് മുമ്പ് ഒരു 2 പ്ലേറ്റ് ഞാൻ കഴിച്ചു, അടിപൊളി. പിന്നെ ഇപ്പം നാണ്ട കഴിച്ചുകൊണ്ടിരിക്കുന്നു, സൂപ്പർ, പൊളിച്ചു. വേണ്ട, ഞാൻ പറയുന്നില്ല. ഫ്രൈഡ് റൈസിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞില്ല. പിന്നെ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ പിന്നെ പറയാനൊന്നുമില്ല. അത് വേണമെങ്കിൽ പച്ചക്ക് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, കറി ഇല്ലാതെയും കഴിക്കാം. പിന്നെ സലാഡ് അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നിന്നെ കാരണമാണ് ഒന്നും എടുക്കാൻ പറ്റാത്ത. അമ്മയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. ഇനി ബർത്ത്ഡേ സെലിബ്രേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം അത് വീഡിയോ ആയിട്ട് പാർട്ട് 2 ആക്കി ഇടാം. അപ്പം അത്രയേ ഉള്ളൂ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറ എന്തെങ്കിലും. ഓക്കെ ഗൈസ്, അമ്മ പോയി. ബൈ.